നമസ്കാരം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വല പെട്രോളിയം പ്രകൃതി സമ്പത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 10 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യം. ഒരു കാലത്ത് അവരായിരുന്നു ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവിടെ കമ്മ്യൂണിസം വന്നു. പിന്നെ നമുക്ക് ഏവർക്കും ഊഹിക്കാവുന്ന കാര്യം അവിടെ സംഭവിച്ചു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതിനകം തന്നെ നിങ്ങൾ പല മാധ്യമങ്ങളോടെയും അറിഞ്ഞു കാണും. ഇപ്പോഴെന്തായാലും അവിടെ ഒരു അധിനിവേശം നടന്നിരിക്കുകയാണ്, അമേരിക്കൻ അധിനിവേശം. ട്രംപ് ഭരണകൂടം ആ രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും പ്രസിഡൻ്റെ ഭാര്യയുമൊക്കെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ ഇപ്പോൾ എവിടെയോ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അവരുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നു തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങൾ അവർക്ക് ഈ രാജ്യത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരിയുടെ മേൽ ചാർത്താറുണ്ട്. മറിച്ചും പറയുന്നവരുണ്ട്. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ചരിത്രവും പരിശോധിച്ചാലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ മുട്ടി നിൽക്കാൻ പറ്റുന്നവനാണ് എന്ന് തോന്നുന്നവരെടുക്കെ മാത്രമാണ് പലപ്പോഴും പല ശക്തരായ രാജ്യങ്ങൾ ചെന്ന് ചൊറിയാൻ ചെല്ലാത്തത്. അല്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളുടെ മേലാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം തന്നെ എത്രയോ നൂറ്റാണ്ടുകൾ മുഗളന്മാരുടെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും കീഴിലായിട്ടുണ്ട്. എന്തിന് ജനാധിപത്യത്തിൻ്റെ വലിയ വായ്ത്താളം വിടുന്ന നമ്മൾ പോലും ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശ്രീലങ്കയിൽ നമ്മുടെ പട്ടാളം ആവശ്യമുണ്ടോ എന്ന് ചിലർ പറയുന്നു, ആവശ്യമില്ലാതെ എന്ന് പലരും പറയുന്നു. അവിടെ കടന്നു കയറി അവിടുത്തെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയും ഒടുവിൽ കൈകൊള്ളുകയും ചെയ്തതാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ചൈനയോട് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രശ്നമാണ്. ഇന്ത്യയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളോട് വരെ അവർക്ക് പ്രശ്നമാണ്. തായ്വാനുമൊക്കെ ആയിട്ട് നിരന്തര പ്രശ്നമാണ്. ഇതുപോലെ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ശരിയും തെറ്റുമൊക്കെ മാധ്യമങ്ങളുടെയും മറ്റും അതിൻ്റെ ചർച്ചകളും വിശകലനവും ഒക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിൽ നടന്ന ഈ സംഭവത്തിനെ പ്രതിഷേധിച്ചുകൊണ്ട് CPMൻ്റെ വയനാട് കൽപ്പറ്റയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനമാണ്. പലയിടത്തും അവർ പന്തംകൊളുത്തി പ്രകടനം മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്, മറ്റു ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്. ചില രാജ്യങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഇവർക്ക് നാവ് പൊങ്ങുകയുള്ളൂ, ഇവർക്ക് ഫേസ്ബുക്കിൽ പ്രതിഷേധം വരികയുള്ളൂ. നമുക്കറിയാം, ഇപ്പോഴും ബംഗ്ലാദേശിൽ വലിയ ഹിന്ദു ഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3ാമത്തെ ഹിന്ദു യുവാവിനെയാണ് അവർ പച്ചയ്ക്ക് തീ കൊളുത്തി കൊന്നത്. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും പ്രതിഷേധ സൂചകമായി ഇവർ പങ്കുവച്ചിട്ടില്ല, ഓർക്കുക. അതിനും മാസങ്ങൾക്ക് മുമ്പ് നേപ്പാളിൽ വലിയ വിഷയങ്ങൾ നടന്നു, ബംഗ്ലാദേശിൽ നടന്നു, ശ്രീലങ്കയിൽ നടന്നു. അപ്പോഴൊക്കെ ഒന്നും പ്രതികരിക്കാത്തവർ, എന്തിന് ചൈനയ്ക്കെതിരെ ഒന്നും പറയാറില്ല. തായ്വാനിൽ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ, പല രാജ്യങ്ങൾക്കെതിരെയും അവർ ഓരോന്ന് ചെയ്യുമ്പോൾ, ശ്രീലങ്കയെ തുലച്ചപ്പോൾ, ബംഗ്ലാദേശിനെ തുലയ്ക്കാൻ ശ്രമിച്ചപ്പോൾ, നേപ്പാളിനെ തുലച്ചപ്പോൾ ഒന്നും അവർ പ്രതിഷേധിക്കുകയുണ്ടായില്ല. മാത്രമല്ല 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി 2000-ഓളം ആളുകളെ കൊല്ലുകയും ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവർ ആരുടെ പക്ഷത്തായിരുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അന്ന് അവരുടെ ഒരു വലിയ യുവ സൈദ്ധാന്തികൻ പറഞ്ഞത് അവർ എന്ത് തന്നെ ചെയ്താലും അവർ നിരപരാധികളാണ് എന്നാണ് ഹമാസിനെ പറ്റി പറഞ്ഞത്. അന്ന് അധിനിവേശം നടത്തിയവരുടെ കൂടെയായിരുന്നു അവർ. എന്നിപ്പോൾ അവർ സ്വതസിദ്ധമായിട്ടുള്ള അമേരിക്കൻ വിരോധം മൂലം അവർ അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്നു. നമുക്ക് സത്യത്തിൽ രണ്ടുപേരുടെയും കൂട്ടത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് ശക്തമാണ്. അമേരിക്ക എന്നല്ല ആരാണെങ്കിലും അത്തരമൊരു നടപടിയായിട്ട് ഇങ്ങോട്ട് വരില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഇനി കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു അധിനിവേശ ശക്തി പഴയ പോലെ ബ്രിട്ടനെ പോലെ മുഗളന്മാരെ പോലെ നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്താൻ വരില്ല. കാരണം ഇനി ഒരിക്കലും അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നാലും ഇവിടെ ഒരു മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റു ഒന്നും ഉണ്ടാവാൻ പോലില്ല. പകരം അത്തരം ആളുകളെ സായുധ സമരത്തിലൂടെ തന്നെയായിരിക്കും നമ്മൾ നേരിടുക. അതിനാൽ ഒരുത്തനും അമേരിക്കയിൽ ഇനി ആരാണെന്ന് പറഞ്ഞാലും അത്തരം ഉദ്യമത്തിന് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പാണ്. അമേരിക്കയ്ക്ക് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായം കാണും, അല്ലെങ്കിൽ അവർ പറയുന്നതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ന്യായം. അല്ലെങ്കിൽ തന്നെ അമേരിക്കൻ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ എന്നാണ് അവർ കുറച്ച് അഹങ്കാരത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ചെയ്യും എന്ന തരത്തിൽ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ചാഞ്ഞ മരത്തിലേ ഓടിക്കയറാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചാഞ്ഞ മരമാണ് എന്ന് തോന്നുന്നിടത്തെല്ലാം അവർ കടന്നു കയറിയിട്ടുണ്ട്. അവരെ ചെറുത്ത് നിൽക്കും എന്ന് അവർക്ക് തോന്നുന്നിടത്ത് അവർ പിൻവാങ്ങുകയും ചെയ്യാറുണ്ട്. അവർക്ക് വിയറ്റ്നാമിൽ കൈപൊള്ളിയതാണ്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ കൈപൊള്ളിയതാണ്. ഈ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നാവികസേന പോലും ഓർക്കില്ല, എന്നിട്ടും അവിടുന്ന് അവരിട്ടിട്ട് ഓടിയതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് ശക്തരായിട്ടുള്ള മറ്റ് രാജ്യങ്ങളും ഈ ലോകത്തുണ്ട്. ഇന്ത്യയും തീർച്ചയായിട്ടും അതിലൊക്കെ മുന്നിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നാളെ ഇങ്ങോട്ട് കടന്നു കയറി വരും. അതുകൊണ്ട് നമ്മൾ അതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നു എന്ന മുട്ടുനായൊക്കെ അങ്ങ് ചുരുട്ടി വെച്ചാൽ മതി. ഇതൊന്നുമല്ല. ഇത് നിങ്ങൾ പ്രത്യേകതരം കണ്ണടയിലൂടെ മാത്രം ലോകത്തെ കാണുന്നുണ്ടുള്ള കുഴപ്പമാണ്. നിങ്ങൾക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണില്ല, നിങ്ങളൊന്നും മിണ്ടില്ല. നേപ്പാളിൽ നടക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല. പാകിസ്ഥാനിൽ നടക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല. സിറിയയിലും ഇറാനിലും ഇറാഖിലും നടക്കുന്നതിനെ പറ്റിയൊന്നും നിങ്ങൾ പ്രതിഷേധിക്കില്ല. ഇസ്രായേലും പലസ്തീനും അഥവാ ഗാസയും തമ്മിലുള്ള വിഷയത്താണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഗാസയുടെ പക്ഷവും അതേപോലെ തന്നെ ഈ ഹമാസിൻ്റെ പക്ഷവും മാത്രമായിരിക്കും. ആ നിങ്ങളുടെ ഇരട്ടത്താപ്പാട് ഇവിടെ ഒന്നുകൂടി വെളിവാകുന്നത്. നിങ്ങൾക്ക് സെലക്റ്റീവാണ് എല്ലാം. നിങ്ങളിവിടെ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തിയാലും എന്ത് തന്നെ പ്രതിഷേധം നടത്തിയാലും ഒരു ദേശീയ വാർത്ത പോലും ആവാൻ പോലില്ല. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിവിടെ എന്ത് തന്നെ കാണിച്ചാലും ഇതൊന്നും അമേരിക്കയും ട്രംപിനെയും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക.
മറ്റു കാര്യങ്ങളിലൊന്നും ഒന്ന് പ്രതിഷേധിക്കാൻ പോലും മടി കാണിക്കുന്നവർ, അല്ലെങ്കിൽ അത് ചെയ്യാത്തവർ, ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് കോമാളിത്തരം എന്ന് മാത്രമാണ് അതിനെ പറയാനുള്ളത്. ഇനി നോക്കൂ, ഇതിൽ ആ മുൻനിര നിൽക്കുന്ന, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആ വ്യക്തി കൽപ്പറ്റ MLA ആയിരുന്ന ശശീന്ദ്രനാണ്. അയാളെ വലിയ നന്മമരൊക്കെ ആയിട്ടാണ് അവർ കുറേ കാലം വാഴ്ത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു പയ്യനെ SFIക്കാരെല്ലാവരും കൂടി ഈ റാഗ് ചെയ്ത് കൊന്ന ആ കേസ്, അത് വലിയ കത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ പോയി ജാമ്യം എടുക്കാൻ നിന്ന മുതലാണ് ഇയാൾ എന്ന് ഓർക്കുക. അയാളും കൂടെ നിൽക്കുകയാണ് മുന്നേ അമേരിക്കയ്ക്കെതിരെ ഇൻക്ലാബ് വിളിച്ചുകൊണ്ട്. കോമാളി പാർട്ടിയും കോമാളി ജനങ്ങളും.